ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന LDC, LGS, CPO എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ടാണ്. CPOയുടെ എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ? CPOക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം, ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു, ജൂണിലേക്കാക്കി എക്സാം ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ നമ്മുടെ ക്ലാസ് കണ്ടുപോവുകയാണെങ്കിൽ അവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാതിരുന്നത് വെച്ചാൽ അവർക്ക് മെയിലാണ് എക്സാം പറഞ്ഞിരുന്നത്, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയാതിരുന്നത്. പക്ഷെ നിങ്ങൾ 150 ടോപ്പിക്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണാം, കണ്ടുപഠിക്കാം. ഇപ്പോൾ റിവിഷനും സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്കത് ആ റിവിഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്യുന്നത് ഓഫീസ് അറ്റൻഡന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ നിന്നുള്ള അടുത്ത 10 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സമയം കളയാനില്ല, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. നമുക്കറിയാം, ഈ നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ് എന്ത്? അഖിലേന്ത്യാ സർവീസ്, അല്ലെ? അതായത് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത്. ഓൾ ഇന്ത്യ സർവീസ് എന്താണ്? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ എന്ത് ചെയ്യുന്നുണ്ട്? നിയമിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്താണ്? ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. IAS, IPS ഇത് രണ്ടും എന്താണ്? ഓൾ ഇന്ത്യ സർവീസ് ആണ്, അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നുണ്ട്. അപ്പൊ 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ A നമുക്ക് നോക്കാം. ഓപ്ഷൻ A എന്താണ്? 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? A ആണ്. അറിയത്തില്ലാത്തവർ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്തോളൂ. അടുത്തത്, 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, അല്ലെ? നമുക്കിപ്പം ഏറ്റവും പുതിയ സെൻസസ് വന്നിട്ടില്ല. നിലവിലുള്ളതില് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ 2011 സെൻസസേ ഉള്ളൂ. COVID-19 ഒക്കെ വന്നതുകൊണ്ട് അന്ന് സെൻസസ് നടക്കാതെ പോയി, അല്ലെ? ഓരോ 10 വർഷം കൂടുമ്പോഴാണ് എന്താ സെൻസസ്. അപ്പൊ 2011 സെൻസസ് പ്രകാരം ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം എവിടെയുള്ള? കണ്ണൂരാണ് ഉള്ളത്, അല്ലെ? കണ്ണൂരാണ് ഉള്ളത്. അപ്പൊ ഇത് നോട്ട് ചെയ്തേക്കാം കേട്ടോ. സെൻസസ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടില്ല. നെക്സ്റ്റ്, സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം വിജിലൻസ് കമ്മീഷൻ ആണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഏതാ വരുന്നത്? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഏജൻസിയാണ് ഏതാ? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ, അല്ലെ? സംസ്ഥാന വിജിലൻസ്. നമുക്കറിയാം അഴിമതി ഉണ്ടോ, വിജിലൻസിലാണ് നമ്മൾ പരാതിപ്പെടുന്നത്, അല്ലെ? അപ്പൊ വിജിലൻസ് കമ്മീഷൻ. നെക്സ്റ്റ് നോക്കിയേ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ. നമ്മുടെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവെന്ന് പറഞ്ഞ് പണ്ട് ഞാൻ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ ഫുൾ സിലബസ് വൈസ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് എൻഡോക്രൈൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ ഈ ഗ്രന്ഥി വ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അന്തസ്രാവി ഗ്രന്ഥികള്, അതിന്റെ ക്ലാസ് കണ്ടാൽ ഇത് മുഴുവൻ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബയോളജി ക്ലാസ്സിനൊക്കെ പിള്ളേർ നല്ല അടിപൊളി കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ക്ലാസ് ആയിരുന്നു അത്. അപ്പം ഇതെന്താണെന്ന് അറിയത്തില്ലാത്തവര് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറഞ്ഞ് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ പണ്ട് ചെയ്തിട്ട ക്ലാസ് ഉണ്ട്, അവിടെ എടുത്ത് കണ്ടാൽ മതി. അതിനകത്ത് അപ്ഡേഷൻ ഒന്നുമില്ല, അത് തന്നെ കണ്ടാൽ മതി. നോക്കൂ, ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, പ്രൊലാക്റ്റിൻ, മെലാറ്റോണിൻ. നമുക്കറിയാം ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ഇതെല്ലാം SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ കണ്ടതെല്ലാം SCRT ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ്, കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ഗ്രസനി, യൂസ്റ്റേഷ്യൻ നാളി, കർണനാളം, ചെവിക്കുട. ഇതൊക്കെ ഞാൻ പടം വരച്ച് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവിൽ പറഞ്ഞു വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടിട്ടില്ലാത്തവര്
ലെറ്റ്യൂസ് എഡ്യൂട്ടിക്സിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും, അതിൽ നിന്ന് കാണുക. അപ്പൊ കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് യൂസ്റ്റേഷ്യൻ നാളി. ഓക്കെ, നെക്സ്റ്റ് IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. നിങ്ങളുടെ 150 ടോപ്പിക്സ് ഉൾപ്പെടുത്തി ഞാൻ തന്നതാണ്. ആ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമുക്കറിയാം IUCNന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ജപ്പാൻ അല്ല ഇതിന്റെ ആസ്ഥാനം, സ്വിറ്റ്സർലൻഡ് ആണ്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആരാണ്? IUCN ആണ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇനി ഓപ്ഷൻ നോക്കിയേ, 1, 2, 3 ശരി അല്ല, ആണോ? നെക്സ്റ്റ് നോക്കൂ, 2, 3, 4 എന്നിവ ശരി ആണോ? അല്ല. 1, 3, 4 എന്നിവ ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് എന്ത് വരുന്നത്? ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം. ഡിഫ്തീരിയ, ക്ഷയം, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്. ഏത് കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ ആൻസർ കൊടുക്കും? എന്താണ്? എയ്ഡ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്നത് എയ്ഡ്സ് എന്ന രോഗമാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? തമിഴ്നാട്, മധ്യപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ. നമുക്കറിയാം നമ്മുടെ സുന്ദർബൻ അല്ലെ. സുന്ദർബൻ എവിടെയാണ്? അതൊക്കെ പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് കാണുന്നത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത നോക്കൂ, താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം? രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗം. സിക്കിൾ സെൽ അനീമിയ. നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ WC ആയിട്ട് ബന്ധപ്പെട്ടതാണ്. രോഗാണുക്കളില്ല. ഹീമോഫീലിയ അല്ലെ, അത് നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടുള്ളതാണ്. ഡിഫ്തീരിയ രോഗാണു ഉള്ളതാണ്. തൊണ്ടമുള്ള് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സിലിക്കോസിന്റെ ഒക്കെ ക്ലാസ് തന്നിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് സിക്കിൾ സെൽ അനീമിയയും ഹിമോഫീലിയയുമാണ് എന്ത്? രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങള്. ഓപ്ഷൻ എ നോക്കിയേ, 1, 2 എന്നിവ. പിന്നെ വേറെ ഓപ്ഷൻസ് നോക്കണ്ടല്ലോ. അപ്പൊ 1, 2 എന്നിവ. നെക്സ്റ്റ്, ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ള കേട്ടോ. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി, പെരിനിയൽ ഗ്രന്ഥി, പാരാതൈറോയ്ഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് അല്ലെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നിങ്ങൾ ഇവിടെ ഈ 10 ക്വസ്റ്റ്യൻ കണ്ടു കാണുമല്ലോ അല്ലെ. അപ്പൊ ഈ 10 ക്വസ്റ്റ്യനും നമുക്ക് പറയാൻ സാധിക്കും SCRT പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമുക്ക് ബയോളജിയുടേതായിട്ട് നമ്മൾ രോഗങ്ങളും രോഗകാരികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ കാണാൻ പറ്റി. ഹോർമോൺസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് അന്തസ്രാവി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്, ഹോർമോൺസ് വിട്ടേക്കും, അന്തസ്രാവി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് സിവിൽ സർവീസിന്റെ കേസ് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. അതങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സംഘടന. അപ്പൊ നമുക്കറിയാം ഇപ്പൊ LDCക്ക് ആണെങ്കിലും CPA പോലുള്ള എക്സാമിനേഷനൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയുടേതായിട്ട് സംഘടനകളെ കുറിച്ച് പഠിക്കാനായിട്ട് സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാവുന്ന ഒരു ഏരിയയാണ് IUCN. ഇനി അല്ലാതെ പോലും LGSകാർക്കാണെങ്കിൽ പോലും IUCN ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും സംഘടന സ്ഥാപിച്ച വർഷമോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ റെഡ് ഡാറ്റ ബുക്കോ അങ്ങനെയൊക്കെ ആയിട്ട് സംഘടനയിൽ നിന്നും ചോദിക്കാം. അപ്പം സാധാരണയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് തന്നെ നല്ല ക്ലാരിറ്റി വരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രസ്താവനയ്ക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മുടെ LDC 2024 എക്സാമിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് എൻക്വയറി എന്ന് പറഞ്ഞ് ചോദിക്കാവുന്നതാണ്. കോൾ ചെയ്യേണ്ട, കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ അല്ല കേട്ടോ, ഫോൺ എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആ വാട്സാപ്പ് ആയിട്ട് മെസ്സേജ് ഇടുക. ഞാൻ ഫ്രീ ആവുന്ന ടൈം അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. ലാസ്റ്റ് ഒരു വീക്ക് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അത് റിപ്പയറിങ്ങിന് കൊടുത്തേക്കുമായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ തരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞു, ഒന്നുകൂടി എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. പിന്നെ അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചില കമൻസ് ഒക്കെ ഉണ്ട്, 150 ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്.
സോ കീപ് ഇറ്റ് അപ്പ്. നമ്മൾ നല്ല അതായത് ഹോട്ട് ടോപ്പിക്സ് ആണ് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാവും. കാരണം നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്നുള്ള അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ 150 ടോപ്പിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും അത് തുടർച്ചയായിട്ട് കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നവൻ ചെയ്ത് നോക്കുക. 10ൽ 10 ആരെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക്